ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു തമിഴ് സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ എടുത്ത ജയിലർ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. ഒരു തലൈവർ സംഭവം എന്ന് വേണമെങ്കിൽ ഞാൻ ഈ സിനിമേനെ പറയും. എടുത്ത് വെച്ചേക്കേണ്ട ഒരു ഐറ്റം. നെൽസൺ ദിലീപ് കുമാറിനെ പറ്റി വേണം ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറയേണ്ടത്. അതായത് ഈ പുള്ളി കോലമ്മാവ് കോകില, ഡോക്ടർ, ബീസ്റ്റ്, പിന്നെ ജയിലർ, ഈ ഇത്രയും സിനിമകളൊക്കെയാണ് എടുത്തു വെച്ച ഒരു ഡയറക്ടറാണ് ഈ ഒരു നെൽസൺ ദിലീപ് കുമാർ. പക്ഷേ ബീസ്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തു എന്നുള്ളൊരു കാര്യം വെച്ച് ഇദ്ദേഹത്തിന് വിമർശനങ്ങളുടെ ഒരു കൊടുമുടിയാണ് പുള്ളിനെ നേരിട്ടത്. ഒരു ഡയറക്ടർക്ക് പോലും കിട്ടാത്ത അത്ര വലിയ വിമർശനങ്ങളും അപമാനങ്ങളും എന്തിനേറെ പറയുന്നു, അത്രയ്ക്ക് ഒരു അവഗണനയൊക്കെ കിട്ടിയ ഒരാളാണ് നെൽസൺ ദിലീപ് കുമാർ. കാരണം ഒരു ഫംഗ്ഷന് ലോകേഷ് കനകരാജ് വിക്രം എന്നൊരു സിനിമ എടുത്ത് ഭയങ്കര ട്രെൻഡിങ് ആയി പോകുന്നുണ്ട്. ലോകേഷ് കനകരാജിൻ്റെ ഭയങ്കര ആനയിപ്പും ബീസ്റ്റ് സിനിമ എടുത്ത് ഒരു ഫ്ലോപ്പും വിമർശനമൊക്കെ നേടിയ നെൽസന് അവഗണനയും കിട്ടിയ ഒരു ടൈം ഉണ്ടായിരുന്നു. ആ ഒരു കാര്യം വെച്ച് അതിൻ്റെ ഒരു എന്താണ് ഇപ്പം അതിനൊക്കെ അങ്ങനത്തെ ഒരു പരാജയ സിനിമ കഴിഞ്ഞ് പുള്ളി വേറെ ലെവലിലുള്ള സിനിമയാണ് ഈ ജയിലർ എന്ന് പറഞ്ഞ ഒരു സിനിമ. സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, അനിരുദ്ധിൻ്റെ മ്യൂസിക്, നെൽസൺ ഡയറക്ഷൻ, തമന്ന, അങ്ങനെ ഒട്ടനവധി താരങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഗസ്റ്റ് അപ്പിയറൻസും കാര്യങ്ങളൊക്കെ ഈ പടത്തിലുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് സൈലൻ്റ് മൂടിപ്പോയ സിനിമ പിന്നെ ഒരു കിടിലൻ ആക്ഷൻ സിനിമയായി മാറിയതാണ് ദാറ്റ്സ് ജയിലർ. അതാണ് ഈ സിനിമയുടെ ഒരു തീമെന്ന് വേണമെങ്കിൽ പറയുന്നത്. ഒരു സ്ലോ ഫേസിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ഫാമിലിക്കുള്ള ഒരു കഥയൊക്കെ പറഞ്ഞ ഒരു സിനിമ പിന്നെ നടന്നത് വേറെ ലെവലിലാണ് പോയത്. പിന്നെ ഹൈലൈറ്റ് പെർഫോമൻസാണ് നമ്മുടെ വിനായകൻ. പുള്ളി കിട്ടില്ലാൻ. ഇതിനകത്ത് സൂപ്പർ സ്റ്റാറിനോട് കട്ടയ്ക്ക് നിൽക്കുന്ന വർമ്മൻ എന്ന് പറഞ്ഞ കഥാപാത്രം, ഒരു വിഗ്രഹക്കടത്തിൽ മുഖാന്തരം നിൽക്കുന്ന ഒരു ടെറർ നെഗറ്റീവ് വില്ലൻ, പ്യുവർ വയലൻസ് ഉള്ള ഒരാൾ. ആ രീതിക്ക് പിന്നെ കുറച്ച് പൊടി തമാശയും കാര്യങ്ങളും വൈബ്രൻറ്റ് സാധനങ്ങളൊക്കെ, കുറച്ച് നൊസ്റ്റാൾജിക് സോങ്ങൊക്കെ ഇട്ടുള്ള ഒരു പെർഫോമൻസൊക്കെ ഉണ്ട് ഈ പടത്തിനകത്ത്. കിട്ടില്ല പെർഫോമൻസ്. ഇത് നമ്മുടെ വിനായകൻ വിമർശനങ്ങളെ കൊടുമുടി പിടിക്കുന്ന ഒരു നടനാണ് വിനായകൻ. എന്നും വിമർശനങ്ങളാണ് അയാളുടെ പ്രവർത്തികൾ കൊണ്ടൊക്കെ. പക്ഷേ അതൊക്കെ ഇയാൾ ഈ സിനിമയിൽ കൂടെ എഴുതി അങ്ങ് തള്ളിക്കളഞ്ഞു. പെർഫോമൻസ് ലെവൽ വിനായകൻ്റെ ഹൈ ലെവലാണ് നിന്നത്, വേറെ ലെവൽ പെർഫോമൻസ്. പിന്നെ ഈ സിനിമയിൽ തലൈവർ, വിനായകൻ അങ്ങനത്തെ ഇത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പിന്നെ ആ രീതിക്കുള്ള ഒരു ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തർക്കം കാര്യങ്ങളൊക്കെ പോകുമ്പോഴാണ് കഥയോട് ഇതിർത്തിലേക്ക് കിടക്കുന്നത്. അത് വേറെ ലെവലായിരുന്നു. ആ ഒരു തീം അവർ പറയാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു സംഭവം പെർഫെക്റ്റ് ആയിരുന്നു. ഒരു കിരീടത്തിൻ്റെ ഒരു റോബറിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ. പിന്നെ സിനിമയുടെ ഒരു തീം ഒരു രജനീകാന്ത് സിനിമേനെ എത്ര പോലെ ഒരു ഹൈപ്പിൽ വന്നില്ലെങ്കിൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ എന്തിരൻ അങ്ങനത്തെ ഒരു ലെവലിലൊന്നും പോലും ഇതൊരു നോർമൽ സിനിമയാണ്. ആ നോർമൽ സിനിമയിൽ ഒരു കൊടൂര ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ജയിലർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. പിന്നെ രമ്യ കൃഷ്ണനൊക്കെ ഒരു റോൾ ചെയ്യുന്നതിനകത്ത്, രമ്യ കൃഷ്ണനുള്ള സമയത്താണെങ്കിൽ പണ്ട് പടയപ്പ സിനിമയിൽ രജനീകാന്തിൻ്റെ ഓപ്പോസിറ്റ് നിന്ന ഒരു നെഗറ്റീവ് റോളായിരുന്നു നീലാംബരി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം. അതിൻ്റെ ഇതൊക്കെ വെച്ച് നീലാംബരി ഇപ്പം പടയപ്പയുടെ വൈഫായി അങ്ങനെ ഇരിക്കും. ആ രീതിക്ക് നമുക്കിത് കാണാൻ വേണ്ടി പറ്റുന്നത്. അതൊക്കെ ഗംഭീരമായിരുന്നു. ഇവർ രണ്ടുപേരെ ഒരു പെയറായിക്കൊണ്ടുവന്ന നെൽസൻ്റെ ബ്രില്യൻസ് സൂപ്പറായിരുന്നു. ആ ഒരു കഥാപാത്രത്തിന് ഈ സിനിമയിൽ പല പ്രശസ്തിയൊക്കെ രമ്യ കൃഷ്ണ കഥാപാത്രം ഗംഭീര കഥാപാത്രമായിരുന്നു. പിന്നെ ഗസ്റ്റ് അപ്പിയറൻസ് ജാക്കി ഷറഫ്, പിന്നെ നമ്മുടെ ശിവരാജ് കുമാർ, മോഹൻലാൽ, ഇവരൊക്കെയാണ് ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തത്. 3 ഗസ്റ്റ് അപ്പിയറൻസും വേറെ ലെവൽ സാധനം ചെയ്തു വച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പറയേണ്ട 2 പേരുടെ കഥയാണ് ശിവരാജ് കുമാറും മോഹൻലാലും. ഇതിൽ തന്നെ ഏറ്റവും മികച്ച ഒരു കൊട്ടൂര മാസ് കാണിക്കുന്ന മോഹൻലാൽ തന്നെയാണ്. വേറെ ലെവൽ പുള്ളി. ലാലേട്ടൻ്റെ ഒരു ഇൻട്രോ സീനും മാസും ആറ്റിറ്റ്യൂഡും ഡയലോഗ് ഡെലിവറിയും. പിന്നെ ഈ ഡയലോഗ് ഡെലിവറിയുടെ കാര്യം വേറെ കാര്യം ഓർമ്മ വന്നു. ഇതിനകത്ത് ഈ വിനായകനും പിന്നെ നമ്മുടെ രജനീകാന്ത് തമ്മിൽ മലയാളവും തമിഴും ഒക്കെ മിക്സാക്കിയിട്ടുള്ള ഒരിതാണ്. പിന്നെ വിനായകൻ്റെ ഒരു പ്രത്യേകപരമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു. അതായത് വിനായകൻ ഇതിനകത്താണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് രജനീകാന്തിനെ സാറേന്ന് വിളിക്കും, പിന്നെ നീയെന്ന് വിളിക്കും, എടാന്ന് വിളിക്കും, പേര് വിളിക്കും, പിന്നെ സാറേന്ന് വിളിക്കും. അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നതൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ ലാലേട്ടനിലേക്ക് വരാം. ലാലേട്ടൻ മാത്യു എന്ന് പറഞ്ഞ കഥാപാത്രം, എൻ്റെ പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം വേറെ ലെവൽ. ഇൻട്രോ സീൻ, സെക്കൻഡ് ഇൻട്രോ എല്ലാം കൊണ്ടും പൊളിച്ചിട്ടുണ്ട്. ലാലേട്ടൻ വേറെ ലെവലായിരുന്നു ഈ പടത്തിനകത്ത്. ആറ്റിറ്റ്യൂഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്കും ആറ്റിറ്റ്യൂഡും വേറെ ലെവലായിരുന്നു. പിന്നെ
തമന്ന ഒരു സോങ്ങിന് വേണ്ടി മാത്രമാണ് തമന്നയെ കൊണ്ടുവന്ന പ്രത്യേക റോളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് ഒരു കോമഡി എലമെൻറ്റ് പറയാം എങ്ങനെയാണ്. ഇതിനകത്തുള്ള കോമഡി ചിരിക്കാനൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ അത് ശ്രദ്ധിച്ചിരുന്ന് കണ്ടാലേ പിടികിട്ടത്തുള്ളൂ. അതാണ് ഇതിൻ്റെ കോമഡി എലമെൻറ്റ്. അതായത് ഈ ഡയലോഗ് ഡെലിവറി ഇല്ലേ എന്ന് വെച്ചാൽ ഡയലോഗിൻ്റെ ടോണും കാര്യങ്ങളൊക്കെ ഡീപ്പ് സൈലൻ്റാണ്. ആ സൈലൻറ്റിൽ തന്നെ ഉണ്ട് ഒരു ലോഡ് ചിരിക്കാനായിട്ട്. എല്ലാവരും യോഗി ബാബു, റെഡ്ഡിങ്സ് ക്ലീ, പിന്നെ നമ്മുടെ ഇയാൾ മറ്റേ ബ്ലാസ്റ്റ് മോഹൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരി, ഇവരുടെയൊക്കെ ചില ഡയലോഗ് ഡെലിവറി തന്നെ ഒരു ലോഡ് ചിരിക്കാനുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. പിന്നെ വിനായകൻ്റെ കൂടെയുള്ള 2 പേര്, ഇവർ 2 പേരും ഈ തമന്നേനെ പറ്റി പറഞ്ഞൊരു സീനുണ്ട് ഇതിനകത്ത്. അതാണ് ഈ ഏറ്റവും ചിരി വരുന്നത്. ഈ തമന്ന എന്നാണ് ഇതിൻ്റെ അറിയല്ലേ, ഇതിനകത്താകുമ്പോൾ കമന്ന എന്നാണ്. അതായത് തമന്നയുടെ ഒരു റെഫറൻസ് കണക്ക് സൂചിപ്പിക്കുകയാണ്. അടടാ മഴട തഞ്ചാവൂർ ജില്ലക്കാരി, ഈ 2 പാട്ടുകളുടെ റെഫറൻസ് ഉണ്ട് അതിനകത്ത്. അത് നല്ല രീതിക്ക് തന്നെ കൊണ്ടുപോയി പറയാൻ വേണ്ടി പറ്റും. അത് സംഭവം വരുന്നത് വേറെ ലെവൽ ഒരെണ്ണം ചെയ്ത് വെച്ചിരിക്കുന്നത്. നെൽസൺ അങ്ങ് പൂണ്ട് വിളയാടെയാണ്. വിമർശനങ്ങൾക്കുള്ള മറുപടിയാണ് ഈ സിനിമ, അത്ര ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഇതിനകത്തൊരു സീനിലെ രജനീകാന്തിൻ്റെ ഒരു പരേഡ് നടക്കത്തൊക്കെ സംഭവമൊക്കെയുള്ള ഈ പ്രതികളെയൊക്കെ അറ്റൻഷൻ പഠിക്കുന്ന ഒരു സീനുണ്ട്. അത് കണ്ട സമയത്ത് നമ്മളെ എന്തിനും സിനിമയിൽ ആ സീനും ഇത് തമ്മിൽ നല്ല ഒരു സിമിലാരിറ്റി വന്നു. പിന്നെ ജയിലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീമുണ്ട്. അതായത് ഇന്ത്യ ഉടനീളം കമ്പനിയുള്ള ഒരു പോലീസ് ഓഫീസറുടെ കഥയാണ് ജയിലർ പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു മെയിൻ തീം. ഇനി ഇതിന് 2ാം ഭാഗവും ഉടനെ ലോഡിങ്ങാണ് വരുന്നുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ജയിലർ ഒരു നെൽസൻ്റെ കംബാക്ക് സിനിമ തന്നെയായിരുന്നു. നെൽസൺ വേറെ ലെവലെടുത്തിട്ടുണ്ട് നെൽസൺ ഇതിനകത്ത്. അത് നെൽസനെ സമ്മതിക്കണം. കാരണം ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടതാണ് നെൽസൺ. ഒരാൾക്കും കിട്ടത്തത്ര വലിയ ഒരു വിമർശനങ്ങളും പരിഹാസവും അവഗണനയെ കിട്ടി പുള്ളി അങ്ങ് ഒരുമാതിരി കണക്കായിപ്പോയി. ആ ബീസ്റ്റ് സിനിമ എടുത്തെന്ന് പറഞ്ഞ് പടം ബീസ്റ്റ് കൊള്ളാം, അത് നോർമൽ, എന്നാലും അത് എല്ലാവർക്കും അങ്ങ് ദഹിച്ചില്ല. അവർ വിമർശനങ്ങൾ കൊണ്ട് ഇറങ്ങി. അപ്പം നെൽസന് നല്ല രീതിക്ക് കിട്ടി. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് അങ്ങനെയൊക്കെ പോയി വന്നിട്ട് പിന്നെ എടുത്ത പടമാണ് ഈ ജയിലർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലെ ടോപ്പ് 2 കളക്ഷൻ മൂവിയാണ്. 2.0ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് സിനിമയാണ് ജയിലർ എന്ന് പറഞ്ഞ സിനിമ. 1 പബ്ലിസിറ്റി ആയിരുന്നു സിനിമ കിട്ടിയത്. വേറെ ലെവലിൽ പബ്ലിസിറ്റി കിട്ടി. നെൽസൺ അങ്ങ് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഈ സിനിമ കൊണ്ട് ചെയ്തത്. സോ ആ ഒരു കാര്യം വെച്ച് ഒരു തലവർ സംഭവം, നെൽസൺ കംബാക്ക്, കുറേ കോമഡി ഉണ്ട് ഈ പടത്തിനകത്ത്. പിന്നെ ഇത് കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ടെലിഗ്രാമിൽ പോയി കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഈ പറഞ്ഞതിൻ്റെ OTT ശേഷമുള്ള ഒരു റിവ്യൂ ആണ് പറഞ്ഞേക്കുന്നത്. പിന്നെ രമ്യകൃഷ്ണൻ തലവർ കോംബോ കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിനകത്ത് മകനായിട്ടൊന്ന് ആ ഒരു പുള്ളിയുടെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു. അവൻ നന്നടിച്ചിട്ടുണ്ട് ആ പയ്യൻ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതാണ് ജയിലർ, ആ ഒരു സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം വെച്ച് നല്ല ഒരു ആക്ഷൻ പാക്ക് ഫാമിലി ഡ്രാമ നടക്കത്തൊരു സിനിമ കാണാൻ വേണ്ടി പറ്റും. അതാണ് ജയിലർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു വിഷയമായിട്ട് ഇത് പറഞ്ഞ സൈനിങ് ഔട്ട്. ബൈ.